നമസ്കാരം. സാക്ഷിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരു തത്സമയ സംരക്ഷണത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹാർദവമായി സ്വാഗതം. ചടയമംഗലം ഗ്രാമപഞ്ചായത്തിലെ കലയം വാർഡിലെ പച്ചയിൽ അംഗൻവാടിയിൽ ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് പുതിയതായി ആവിഷ്കരിക്കുന്ന ഒരു പദ്ധതിയുടെ ഉദ്ഘാടനം നടക്കാൻ പോവുകയാണ്. മറ്റൊന്നുമല്ല, അംഗൻവാടി കം ക്രഷ്. അതായത് ഇനി മുതൽ 6 മാസം മുതൽ 3 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളെ ഈ അംഗൻവാടി ക്രഷിൽ കൊണ്ടുവരികയും ജോലിക്കും മറ്റും പോകുന്ന രക്ഷകർത്താക്കൾക്ക് കുട്ടികളെ സുരക്ഷിതമായി ഇവിടെ രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 മണി വരെ അവരെ ഇവിടെ കൊണ്ടുവന്ന്, അതായത് നമ്മുടെ ഡേ കെയർ പോലെ അപ്പോൾ അവിടെ കൊണ്ടാക്കുകയും അതിനുശേഷം വൈകിട്ട് വന്ന് രക്ഷിതാക്കൾക്ക് കുട്ടികളെ കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യാം. ഉണ്ട് പഞ്ചായത്തിലില്ല, ഉണ്ട്. ഷിയാ സാറുണ്ട്. ഈ യോഗത്തിന്റെ അധ്യക്ഷനായി ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീ രാജുവിനെ ക്ഷണിക്കുകയാണ്. ആദ്യമായിട്ട് ഈശ്വര പ്രാർത്ഥന. അംഗൻവാടി കൃഷി ഉദ്ഘാടനം ചെയ്തു ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി ജിജി, ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന വികസനകാര്യ കമ്മിറ്റിയുടെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ വിഷ്ണുരാജ്, മുൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്ന വീട്ടിൽ ആരംഭിക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ ചടയമംഗലം പഞ്ചായത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ക്രഷ് ആരംഭിക്കുന്ന ഒരു തീരുമാനം. നമ്മുടെ രക്ഷകർത്താക്കൾക്കും രാവിലെ പണിക്ക് പോകുമ്പോൾ മക്കളെ ശരിയായ രീതിയിൽ നോക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുകയും ആവശ്യമായി വന്നിരിക്കുകയാണ്. ICDSന്റെ നിർദ്ദേശം അനുസരിച്ച് നമ്മുടെ പഞ്ചായത്തിലുള്ള മിക്കവാറും എല്ലാ അംഗൻവാടികളും അവർ നോക്കിയതാണ്. എന്നാൽ കുറച്ചുകൂടി സൗകര്യമുള്ള ഒരു അംഗൻവാടി എന്ന നിലയിലാണ് പച്ചയിൽ അംഗൻവാടി 115 നമ്പർ പച്ചയിൽ അംഗൻവാടി അത് ഇറങ്ങിയിട്ട് അഭിമാനമുണ്ട്. തീർച്ചയായും ഇത് നല്ല രീതിയിൽ കൊണ്ടുപോകാനുള്ള സാഹചര്യങ്ങൾ എല്ലാവരുടെയും പൊതുജനങ്ങളുടെയും നമ്മുടെ എല്ലാ പ്രവൃത്തികളെല്ലാം സാധിച്ചിട്ടുണ്ടാകണം എന്നാണ് പറയാനുള്ളത്. ഇവിടെ ഉള്ള ഒരു വിഷയം, ഇവിടെ ഈ വളരെ സന്നിധരായിട്ടുണ്ട്. ഒരു കുഴൽക്കിണറെങ്കിലും ഇവിടെ അടിച്ചുകൊണ്ട് ഈ വെള്ളം പിന്നെ പ്രശ്നം പരിഹരിക്കാൻ അടിയന്തരമായി ശ്രമിക്കണമെന്നാണ് എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. തീർച്ചയായും ഈ സംരംഭത്തിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഈ യോഗത്തിന്റെ അധ്യക്ഷനായിരിക്കുന്ന വൈസ് പ്രസിഡന്റ് ശ്രീ രാജുവിനെ യോഗത്തിന്റെ പേരിൽ എന്റെയും പേരിൽ ഇല്ലാത്തതുകൊണ്ടാണ് ചില പരിമിതമായ സാഹചര്യത്തിൽ നടത്തിയാലും മതി എന്ന് പൊതുവിലാലോചന അടിസ്ഥാനത്തിലാണ് ഇത് സംരംഭം തുടങ്ങുന്നത്. ഈ സംരംഭം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിട്ടുള്ള ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് താമസിക്കുന്ന ആളുകൂടിയായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട വിഷ്ണുരാജ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനാണ്. ഈ വാർഡിന്റെ എല്ലാ വികസന കാര്യങ്ങളിലും അതോടൊപ്പം തന്നെ പഞ്ചായത്തിന്റെ ക്ഷേമകാര്യ പ്രവർത്തനങ്ങളിൽ നന്നായി സഹകരിക്കുന്ന ശ്രീ MR വിഷ്ണുരാജിനെ ഈ യോഗത്തിലേക്ക് ഭാഗമായി സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഇതിന്റെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന ബഹുമാനപ്പെട്ട CDPO സുമയ്യ മാഡം എത്തിയിട്ടുണ്ട്. മാഡത്തിനെ ഈ യോഗത്തിലെ ഭാഗമായി സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഈ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന
ICDSന്റെ സൂപ്പർവൈസർ ശ്രീമതി ലേഖ madam എത്തിയിട്ടുണ്ട്. ശ്രീമതി ലേഖ madamത്തെ യോഗത്തിലേക്ക് ഭാഗമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ അംഗൻവാടിയുടെ ടീച്ചറായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കുട്ടികളെല്ലാം നല്ല രീതിയിൽ പരിപോഷിപ്പിക്കാനും അതോടൊപ്പം തന്നെ നല്ല രീതിയിൽ ഈ സംരംഭം കൊണ്ടുപോകുന്നു നമ്മുടെ മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ കൂടെയായിട്ടുള്ള ശ്രീമതി മോനിയമ്മയെ ഈ യോഗത്തിലേക്ക് ഭാഗവുമായി സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ CDSന്റെ അംഗമായിട്ടുള്ള ശ്രീമതി ഷഹീറ, അതോടൊപ്പം തന്നെ ചടയമംഗലം സൊസൈറ്റിയുടെ ബോർഡ് മെമ്പറായിട്ടുള്ള ശ്രീമതി സലീന, പിന്നെ നമ്മുടെ ഈ ഇതിന്റെ ഈ ബഷിന്റെ ടീച്ചറായിട്ടുള്ള വത്സര, നമ്മുടെ ഷീന, ഇതിന്റെ ആയിട്ടുള്ള ഷീന, അങ്ങനെ നിരവധി ആളുകളാണ് ഈ യോഗത്തിൽ പങ്കെടുത്തുള്ളത്. ക്ലാസ് വർക്കറായിട്ടുള്ള ഷീന. ഞാൻ എല്ലാവരെയും ഓരോരുത്തരും ഇനി പറയുന്നില്ല. പിന്നെ എല്ലാവരെയും നമ്മൾ പരിചയം പോകുന്നതാണ്. ആരെങ്കിലും പേര് വിട്ടുപോയി ക്ഷമിക്കുക. ഈ യോഗത്തിൽ പങ്കെടുത്ത എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാർത്തകൾ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും പിന്നെ എൻ്റെ എല്ലാ വിജയ ആശംസകളും നൽകുന്നു. ഈ യോഗത്തിൻ്റെ സദസ്സിലുള്ള പ്രിയമുള്ളത്, നമ്മുടെ ചടയമംഗലം നേതൃത്വം ബ്ലോക്ക് പഞ്ചായത്ത് സാമൂഹ്യ വകുപ്പിൻ്റെ സംയുക്തമായിട്ടാണ് അംഗൻവാടി കം ക്രഷ് എന്നൊരു പദ്ധതി നമ്മുടെ ചടയമംഗലം ഗ്രാമപഞ്ചായത്തിൽ ആദ്യമായി തുറന്നു വെച്ചത്. നമുക്ക് നേരത്തെ സൂചിപ്പിച്ചവർ തന്നെ ഇത്തരത്തിലുള്ള അതിൽ നിന്നെല്ലാം മുക്തി നേടുന്നതിന് വേണ്ടിയല്ല ഒരു ശാശ്വതമായ പരിഹാരം എന്നുള്ള രൂപത്തിലാണ് നമ്മൾ ഇത്തരത്തിലുള്ള സംസ്ഥാന സർക്കാർ അതോടൊപ്പം സാമൂഹ്യ വകുപ്പും ഇത്തരത്തിലുള്ള ഒരു സംരംഭം ആലോചിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ സംരംഭം തീർച്ചയായിട്ടും വൈസ് പ്രസിഡന്റ് ക്ഷേമാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, മറ്റ് മെമ്പർമാര്, പ്രിയപ്പെട്ട രക്ഷകർത്താക്കള്, അംഗൻവാടി ടീച്ചർമാര്, എല്ലാവർക്കും നമസ്കാരം. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയത്തിന്റെ പൽനാസ് ഈ പദ്ധതി പ്രകാരമാണ് രാജ്യത്തിലുടനീളം അംഗൻവാടി കം ക്രഷ് എന്ന പദ്ധതി നടപ്പിലാക്കാൻ നിർദ്ദേശിച്ചിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ കേരള സർക്കാർ വളരെ സന്തോഷത്തോടെ ഏറ്റെടുത്ത ഒരു പദ്ധതിയാണ്. പ്രത്യേകിച്ച് കേരളത്തിന്റെ സാഹചര്യത്തിനനുസരിച്ച് വിദ്യാസമ്പന്നരായ സ്ത്രീകൾ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ജോലി സംബന്ധമായി ജോലിക്ക് വേണ്ടി പോകേണ്ടതുണ്ട്. മാത്രവുമല്ല, നമുക്ക് ഇന്നിപ്പം സ്ത്രീയും പുരുഷനും ജോലി ഉണ്ടെങ്കിൽ മാത്രമേ കുടുംബം നല്ല രീതിയിൽ പോകാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ സ്ത്രീകൾക്ക് ജോലിക്ക് പോകണമെങ്കിൽ കുട്ടികളെ സുരക്ഷിതമായ കൈകളിൽ ഏൽപ്പിച്ചിട്ട് മാത്രമേ പോകാൻ പറ്റുള്ളൂ. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ അംഗൻവാടി കം ക്രഷ് എന്ന പദ്ധതി കൊണ്ടുവന്നത്. 6 മാസം മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾ ഒരു സെന്ററിന്റെ കീഴിൽ നോക്കുക എന്നുള്ളതാണ് ഈ പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നത്. 7:30 മണി മുതൽ വൈകുന്നേരം 7 മണി വരെയാണ് അംഗൻവാടി പ്രവർത്തന സമയം. അതിൽ 7:30 വർക്കർ വന്ന് അംഗൻവാടി തുറക്കും. 11:30 ഹെൽപ്പർ വരും. 9:30ക്കും 3:30ക്കും ഇടയ്ക്ക് 4 പ്രവർത്തകരാണ് ഇവിടെ ഉള്ളത്. അംഗൻവാടിയിലെ ടീച്ചറും ഹെൽപ്പറും പിന്നെ ഈ കൃഷിന്റെ വർക്കറും ഹെൽപ്പറും. 3:30 ആകുമ്പോഴത്തേക്കും ഹെൽപ്പർ മാത്രം നിന്നുകൊണ്ട് 7 വരെ ഹെൽപ്പർ നിന്നാണ് പ്രവർത്തിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഈ പദ്ധതി നടപ്പിലാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊരു പദ്ധതി വന്നത്. വെളിനെല്ലൂർ പഞ്ചായത്തിൽ തന്നെ നമ്മളിത് തുടരാനാണ് ആഗ്രഹിച്ചത്. അപ്പോൾ അവിടുന്ന് നിർഭാഗ്യവശാൽ കമ്മിറ്റി തീരുമാനം കിട്ടാൻ താമസിച്ചു. ഇവിടെ വന്ന് പ്രസിഡന്റിനോട് ആ കാര്യം പറഞ്ഞപ്പോൾ പ്രസിഡന്റ് വളരെ സന്തോഷത്തോടുകൂടി തന്നെ സ്വീകരിക്കുകയും പെട്ടെന്ന് നമുക്ക് കമ്മിറ്റി തീരുമാനം ലഭ്യമാക്കി തന്നു. നമ്മൾ കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഒരു ക്രഷ് വന്നു. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന വെച്ചാൽ തൊഴിലുറപ്പിന്, കുടുംബശ്രീ ജോലിക്കൊക്കെ പോകുന്ന സാധാരണക്കാരായ ആൾക്കാർ ഒരുപാട് ഈ ഏരിയയിലുണ്ട്. അപ്പൊ അവരുടെ മക്കൾക്ക് തീർച്ചയായിട്ടും പ്രയോജനപ്പെടും. ഫുഡൊന്നും തന്നെ വീട്ടിൽ നിന്ന് കൊടുത്തുവിടേണ്ട കാര്യമില്ല. ഇവിടെ അംഗൻവാടി കുട്ടികൾക്ക് ഫുഡ് ഉള്ളതുപോലെ തന്നെ എല്ലാം പാല്, മുട്ട ഉൾപ്പെടെ എല്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് വെച്ചിട്ട് കുട്ടികളുടെ പോഷകാഹാരം ഉറപ്പാക്കും. അതുപോലെ തന്നെ ഇമ്മ്യൂണൈസേഷൻ നമ്മുടെ അംഗൻവാടിയിൽ വന്നുകൊണ്ടിരുന്ന ഡോക്ടറുടെ ഒരു മാസത്തിലൊരിക്കൽ ഡോക്ടറുടെ സേവനം ഉണ്ടാവും. മറ്റ് എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും നമ്മുടെ അംഗൻവാടി കുട്ടികൾക്ക് കൊടുക്കുന്ന അതേ സേവനം തന്നെ നമ്മുടെ ഈ കൃഷിയുടെ കുട്ടികൾക്കാണ് തുടങ്ങുന്നത്. ഇതിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് പച്ചയിൽ അംഗൻവാടിയിലെ അംഗൻവാടി കം ക്രഷ് എന്ന പദ്ധതിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി ചടയമംഗലം ഗ്രാമപഞ്ചായത്തിൻ്റെ ബഹുമാനായിട്ടുള്ള പ്രസിഡന്റ് ശ്രീമതി മിനി സുനിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ഇവിടെ കളിച്ചിട്ടുണ്ട് നിങ്ങളിരുന്നോ? നിങ്ങൾ വീഡിയോക്കാരോ?
കർപ്പൂരം കയ്യിൽ ചെയ്തു കർപ്പൂരം നേരത്തെ 4 കർപ്പൂരം വെക്കണം. ചെടികളും അധികം 4 വെച്ചോ 5 ഉണ്ടല്ലോ. ബഹുമാന്യനായിട്ടുള്ള ഘടകയോഗത്തിന്റെ അധ്യക്ഷനും കടമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ ഉപാധ്യക്ഷനും കൂടിയായിട്ടുള്ള എ രാജു അവർ, അതുപോലെ തന്നെ യോഗത്തിന് സ്വാഗതം ആശംസിച്ച ഗ്രാമപഞ്ചായത്ത്, അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തിന്റെ ക്ഷേമകാര്യത്തിന്റെ മുൻ ചെയർമാൻ ഡി രഞ്ജിത്ത് അവർ, അതുപോലെ ഇവിടെ പങ്കെടുത്തിട്ടുള്ള നമ്മുടെ അംഗൻവാടി ടീച്ചർമാർ, സർവോപരി ഈ അംഗൻവാടിയിലെ ടീച്ചറും മുൻ മെമ്പർ കൂടിയായിട്ടുള്ള മോനി മെമ്പർ, അതുപോലെ CDPO നമ്മുടെ ലേഖ സാറ്, അതുപോലെ തന്നെ ഇവിടുത്തെ ALMS തികച്ചും ഗ്രാമീണ അന്തരീക്ഷത്തിലുള്ള തികച്ചും സാധാരണക്കാരായ ആൾക്കാർ തിങ്ങിപ്പാർക്കുന്ന ഈ പച്ചയിൽ ഈ ഒരു സാധനം അനുഭവിച്ചു കിട്ടിയതിന് വളരെയേറെ സന്തോഷമുണ്ട്. കാര്യം നേരത്തെ CDPO സൂചിപ്പിച്ചതുപോലെ തൊഴിലുറപ്പിനും മറ്റ് കൂലിവേലയ്ക്കും പോണ ആൾക്കാരാണ് ഈ പച്ചയ വിഭാഗം കേന്ദ്രീകരിച്ചുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും ഈ 6 മാസം മുതൽ 3 വയസ്സ് വരെയുള്ള പ്രായമുള്ള കുട്ടികളെന്ന് പറയുമ്പോൾ വീട്ടില് മറ്റാരും ഇല്ലാതെ ആ ഒരു ഘട്ടത്തിലൂടെയാണ് നമ്മൾ എല്ലാവരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ വിശ്വസിച്ച കൈകളിലേക്ക് ഏൽപ്പിച്ച് രക്ഷിതാക്കൾക്ക് തൊഴിലിടങ്ങളിൽ പോയി സമാധാനപരമായി ജോലിയെടുക്കുന്നതിനും തിരിച്ചു വരുമ്പോൾ അവരുടെ ഭക്ഷണം അടക്കം എങ്ങനെ ഒരു അമ്മ ഒരു കുഞ്ഞിനെ നോക്കുന്നു ആ രീതിയിൽ നമ്മുടെ കൃഷിയിൽ കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുകയും അവരുടെ ആഹാരം ഉൾപ്പെടെ പഞ്ചായത്തിൽ ഈ ഒരു യൂണിറ്റ് തുടങ്ങണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ തീരുമാനം അടക്കം കൊടുക്കാൻ നമുക്ക് സാധിച്ചത്. അപ്പം ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് പഞ്ചായത്തും അല്ലെങ്കിൽ ബ്ലോക്കോ പഞ്ചായത്തോ അല്ലെങ്കിൽ ഇവിടുത്തെ അധ്യാപകരോ മാത്രമല്ല, ഇവിടുത്തെ ജനങ്ങളാണ്. കാര്യം നമുക്കറിയാം, നമ്മളെ പഞ്ചായത്തിൽ തന്നെ ഒരു പകൽ വീട് തുടങ്ങിയത് നമ്മളെ ഈ വെള്ളുപ്പാറ വാർഡിലാണ്. ആ പകൽ വീട് തുടങ്ങുമ്പോൾ ഞങ്ങൾക്കെല്ലാം വളരെ വലിയ ആഗ്രഹങ്ങളായിരുന്നു. കാര്യം ഈ മേഖലയിൽ ഉള്ള ആൾക്കാർക്ക് 60 വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്ക് അവിടെ വരികയും അവരുടെ സമയം ചെലവഴിക്കുകയും അവരുടെ ഭക്ഷണത്തിനടക്കം ഗ്രാമപഞ്ചായത്താണ് ഓരോ മാസവും അവിടുത്തെ ആയുടെയും അതുപോലെ ഭക്ഷണത്തിന്റെയും പൈസ ഉൾപ്പെടെ മാറ്റിവെക്കുന്നത്. വളരെ വലിയ ഒരു തുക കണ്ടെത്തിക്കൊണ്ടാണ് ജില്ലാ പഞ്ചായത്ത് അത്തരത്തിലൊരു ബിൽഡിംഗ് ഇവിടെ പണിയുകയും അവിടുത്തെ നിത്യ ചെലവിന് കഴിഞ്ഞ ദിവസം തന്നെ ഒരു ദിവസം വിളിച്ചിട്ട് ഞാൻ, ചേച്ചി ആള് വളരെ കുറവാണ്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ പറഞ്ഞു, ആള് കുറഞ്ഞാലും കുഴപ്പമില്ല, ഇയാൾക്ക് അവിടെ ജോലി നടക്കുന്നുണ്ടല്ലോ. അങ്ങനെ അപ്പം ഇങ്ങനെയൊക്കെയുള്ള സംരംഭങ്ങൾ നമ്മുടെ നാട്ടിൻ പ്രദേശത്ത് കൊണ്ടുവരുന്നത് തീർച്ചയായിട്ടും താഴെത്തട്ടിലുള്ള ജനങ്ങളെ ഒരു കൈത്താങ്ങ് കൊടുത്തുകൊണ്ട് മുമ്പോട്ട് കൊണ്ടുവരുന്നതിനാണ്. അപ്പൊ തീർച്ചയായിട്ടും പഞ്ചായത്തായാലും സർക്കാരായാലും ഇത്തരം പദ്ധതികൾ മുമ്പോട്ട് കൊണ്ടുവരുമ്പോൾ തീർച്ചയായും ഒക്കെ ചിന്തിച്ച സ്ഥിതിയിലേക്ക് ഇത് കൊണ്ടെത്തിക്കണമെന്നാണ് ഇവിടെ കൂടിയിട്ടുള്ള രക്ഷിതാക്കളെടുത്തും അതുപോലെ ബന്ധപ്പെട്ടവരടുത്തും പറയാനുള്ളത്. എന്ത് കാര്യം ഇവിടുത്തെ ഇത് സംവിധാനവുമായി ബന്ധപ്പെട്ടൊക്കെ ഗ്രാമപഞ്ചായത്താണ് ഫണ്ടിൽ നിന്ന് പൈസ മാറ്റി വെച്ചിട്ടുള്ളത്. അപ്പൊ ഇനിയും ഇപ്പൊ ഇവിടെ ടീച്ചർ മേശ അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു, വാർഡ് മെമ്പർ കുഴൽക്കിണർ അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു. നമുക്ക് പരിശോധിക്കാം. ആദ്യം സാങ്കേതികത്വം പരിശോധിച്ച് കുഴൽക്കിണർ നിർമ്മാണത്തിന് സാധ്യമാണെങ്കിൽ തീർച്ചയായിട്ടും അതിനൊന്നും നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതിയിൽ ആരും തന്നെ എതിര് നിൽക്കുന്നതല്ല. നമുക്കുള്ള കുഞ്ഞുങ്ങളുടെ ആവശ്യമാണ്. അപ്പൊ അത് പരിപൂർണമായിട്ട് നടത്തിയെടുക്കുന്നതിന് വേണ്ടി തുടർന്നുള്ള സമയങ്ങളിൽ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സഹകരണങ്ങളും ഉണ്ടാവും. തീർച്ചയായും ഈ സ്ഥാപനം മുന്നോട്ട് വളരട്ടെ. അതുപോലെ ഇതിന്റെ ടീച്ചറും അതുപോലെ രണ്ടുപേരും ഈ സ്ഥലക്കാരല്ല,
വളരെ കുറച്ച്, ഞാൻ ഇന്ന് രാവിലെ CDPO വിളിക്കുമ്പോഴും വളരെ കുറച്ചുള്ള വേതനമാണ് അവർക്ക് ലഭിക്കുന്നത്. കുറച്ച് ദൂരത്തു നിന്നാണ് അവർ എത്തുന്നത്. പക്ഷേ രാവിലെ 7:30 മുതൽ വൈകിട്ട് 7 മണി വരെയാണ് സമയം. അപ്പം എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, നമ്മളൊരു പുതിയ സംരംഭം തുടങ്ങുമ്പോൾ നമ്മളെ നോക്കിക്കാണാൻ ഒരുപാട് ആൾക്കാർ, ഇങ്ങേറ്റം ഗോവേണ്ണനെയും ഇവരെയൊക്കെ പോലെയുള്ള ആൾക്കാർ പുറത്ത് കാണും, എപ്പോഴും ഇതിനെ നോക്കിക്കാണുന്നതിന് വേണ്ടി. അപ്പം നാളെ ഒരു പരാതി വരാതെ നമ്മുടെ ഈ സമയം കൃത്യത പാലിച്ചുകൊണ്ട് തന്നെ ഇവിടുത്തെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോകാൻ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ആശംസകൾ അറിയിക്കുന്നത് ഇവിടെ വികസന കാര്യങ്ങളുടെ ചെയർപേഴ്സൺ ശ്രീ റീജ ഷെട്ടി. CDC സൂപ്പർവൈസർ, അംഗൻവാടി ടീച്ചർ, ഹെൽപ്പർ, ആശമാരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്, CDS മെമ്പറുണ്ട്, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, കുട്ടികളെ. ഇത് ഇങ്ങനെ ഒരു പ്രോഗ്രാം വർഷം നേടുമ്പോൾ ആദ്യം നമുക്ക് എന്താണെന്ന് മനസ്സിലായില്ല. പിന്നെ തിരക്കി അന്വേഷിച്ചാണ് അറിയുന്നത് 6 മാസം പ്രായമായ കുട്ടികളെ മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളാണ് നമ്മൾ ഇവിടെ രക്ഷിതാക്കൾ ജോലിക്ക് പോണ സമയത്ത് രാവിലെ 7:30 മുതൽ വൈകുന്നേരം 7 മണി വരെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമായിട്ടാണ് ഇത് തുടക്കം ആരംഭിക്കുന്നത്. ചടയമംഗലം പഞ്ചായത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംവിധാനം വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടൊരു അറിവില്ലായിരുന്നു. എന്തായാലും ഇപ്പോൾ സൂപ്പർവൈസർ പറഞ്ഞപ്പോൾ കുറച്ചുകൂടെ മനസ്സിലായി. അതിന് തന്നെ ഒരു ടീച്ചറെ ആയി പ്രത്യേകമായിട്ട് എടുത്തിട്ടുണ്ടെന്നുള്ളൊരു രക്ഷിതാക്കൾക്ക് വളരെയേറെ ഉപകാരപ്പെടുമെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. നമ്മുടെ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ് ഉൾപ്പെടെ നമ്മളിവിടെ തന്നെ തയ്യാറാക്കി കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു സംവിധാനമാണ് ആലോചിച്ചിട്ടുള്ളത്. എന്തായാലും 2-3 കാര്യങ്ങളിൽ നമുക്ക് ഈ മുകളിലത്തെ നില നമ്മളെ കൊച്ചുങ്ങൾ എത്രമാത്രം സുരക്ഷിതമാണെന്ന് എനിക്കറിയാൻ അത്രയും സ്ഥലക്കുറവുണ്ട് ഇതിനകത്ത്. പിന്നെ ഇത് തുടർന്ന് നല്ലപോലെ കുട്ടികളൊക്കെ വരുമ്പോൾ താഴോട്ട് മാറ്റിക്കൊണ്ട് ചെയ്യുന്നതിലായിരിക്കും കൂടുതലും നല്ലതെന്ന് തോന്നുന്നു. കാരണം കുട്ടികളാണ്, നമ്മൾ അത്രത്തോളം കെയറോടുകൂടിയവരെ നോക്കേണ്ടത് നമുക്ക് അത്യാവശ്യമുള്ള കാര്യം തന്നെയാണ്. എന്തായാലും ഇത് ചടയമംഗലം പഞ്ചായത്തിൽ അഭിമാനകരമായിട്ട് പ്രവർത്തിച്ച് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആശംസകൾ അറിയിക്കുന്നത് നമ്മുടെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ കൃഷ്ണരാജ്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രിയപ്പെട്ട വൈസ് പ്രസിഡന്റ് ശ്രീ എ രാജു അവർ ഈ പരിപാടി വന്നു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. ആ സംവിധാനം നിലനിർത്തിക്കൊണ്ട് പോകേണ്ടത് ഈ പ്രദേശത്തുള്ളവരുടെ സഹകരണം കൊണ്ടാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മൾ ഈ കഴിഞ്ഞ കുറച്ചു നാളുകളായി ചടയമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ക്ഷേമകാര്യ തരത്തിലുമുള്ള അവരുടെ വീടുകളിൽ ലഭിക്കുന്ന വിരസത ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും സജ്ജീകരിച്ചുകൊണ്ടാണ് നമ്മളിവിടെ പകൽ വീട് ആരംഭിച്ചത്. ാണ് വെള്ളൂപ്പാറ വാർഡ്. ബാലൻസ് ആയിട്ട് കിടക്കുന്ന 14 വാർഡുകളുണ്ട്. ആ 14 വാർഡുകളിലും ക്രഷിലേക്ക് കൊണ്ടെത്തിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ആ 14 വാർഡുകളിലും ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം സംഘടിപ്പിക്കണമെങ്കിൽ ഇരുന്നു കഴിഞ്ഞാൽ ഈ ക്രഷിന്റെ പ്രവർത്തനം നടക്കുമോ? ക്രഷിന്റെ പ്രവർത്തനത്തിൽ ഇവർ 2 പേരെ ഇവിടെ നിയമിക്കുന്നു. കൂടാതെ ഇവിടത്തേക്ക് ആവശ്യമായ ആഹാര സാധനങ്ങളെല്ലാം ഗ്രാമപഞ്ചായത്തിന്റെ ഫണ്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ മുട്ടയടക്കം പാലടക്കമുള്ള സംവിധാനങ്ങൾ ഇവിടെ ശേഖരിച്ചു വെക്കുന്നു. വീടിന്റെ അദ്ദേഹം പറഞ്ഞതുപോലെ, ഇപ്പം പ്രസിഡന്റ് നേരത്തെ സംസാരിച്ചതുപോലെ, അവിടെ ആളുകളുടെ കുറവ് 1, 2, 3 അല്ലെങ്കിൽ ഒരു 10 പേര് മാത്രമാണ് അവിടെ സഹകരിച്ച് വരുന്നതെങ്കിൽ ആ 10 പേരുള്ള ഭക്ഷണവും ഇതെല്ലാം നമ്മളെ പഞ്ചായത്തിലെ തുടക്കം എന്നുള്ള നിലയിൽ വെള്ളൂപ്പാറ വാർഡിൽ ആരംഭിച്ച, പച്ചയിൽ അംഗൻവാടിയിൽ ആരംഭിച്ച ഈ കൃഷിന്റെ പ്രവർത്തനം ഈ നാടിന്റെ തന്നെ എല്ലാവിധ പുരോഗതിക്കും അവരുടെ വീടുകളിലെ കുഞ്ഞുങ്ങൾക്ക് പരിപാടിയുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്തിച്ചേർന്നവർക്കും ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ. നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ ക്ഷേമകാര്യത്തിന്റെ മുൻ ചെയർമാനും വാർഡ് മെമ്പറായിട്ടുള്ള ശ്രീ രജിത്ത് സാംസ്കരിക്കുന്നത് ഡോക്ടർമാര്, സഹോദരി, ഇവിടുത്തെ നാട്ടുകാർ. ആക്ച്വലി ക്രച്ച് എന്താണെന്ന് അറിയാതെ ആയിരുന്നു ഞാനും വന്നത്. പക്ഷെ ഇവിടെ പറഞ്ഞു കേട്ടപ്പോഴാണ് മനസ്സിലായത് ക്രച്ചിന്റെ അതിദരിദ്രരുടെ എണ്ണം നമ്മൾ ആദ്യം എടുത്തപ്പോൾ നമ്പർ കൂടുതലായിരുന്നു. ഇപ്പോൾ അത് നമ്പർ കുറഞ്ഞു വരുന്നു.